മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മീനെ ആണെങ്കിൽ അവർ കൊല്ലാനായിട്ട് തുടങ്ങാണ്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഉപദ്രവിക്കണേ? എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടണമെന്ന് പറയുമ്പം ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, നിന്നെ വെറുതെ വിട്ടിട്ട് എന്തിനാ? ആ വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തൻ്റെ കൂടെ നിൻ്റെ ജീവിതം പാഴാവല്ലേ ഉള്ളൂ, അതിലും ഭേദം നീ മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞ് വാങ്ങിത്തരാം, എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങളെന്നെ ദയവ് ചെയ്ത് വെറുതെ വിടണമെന്ന്. ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, നിന്നെ കൊല്ലാനുള്ള തുകയൊക്കെ ഞങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞു, സാധാരണ ഒരാളെ കൊല്ലുന്നതിനേക്കാളും 10 ഇരട്ടി തുക തന്ന ഞങ്ങളെ ഈ പണിക്ക് അയാൾ വിട്ടിരിക്കുന്നതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആരാ എന്നെ കൊല്ലാനെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പം, എന്തായാലും നീ മരിക്കാൻ പോവല്ലേ, അപ്പം നീ അതും കൂടി അറിഞ്ഞിരുന്നോ, ആ പ്രതാപനില്ലേ നിൻ്റെ രണ്ടാനച്ഛൻ, അയാൾ തന്നെ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നേക്കണേ, ഇനി എന്തായാലും നീ അടുത്ത പ്രഭാതം കാണില്ല, നിൻ്റെ ഭർത്താവിനെയും കാണില്ല, നീ മരിക്കാൻ തയ്യാറായിക്കോ എന്ന് പറയണു. അങ്ങനെ ആ ഗുണ്ട തോക്കെടുത്ത് മഹാലക്ഷ്മിയുടെ നേരെ ചൂണ്ടുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി ദയവ് ചെയ്ത് തന്നെ വെറുതെ വിടണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഗുണ്ടയ്ക്ക് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തന്നെ ആ ഗുണ്ട മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ മാർക്കോ ബുള്ളറ്റിൽ അങ്ങോട്ട് ചീറി പാഞ്ഞു വരുന്നത്. മാർക്കോ വന്നതും വേഗം തന്നെ ഒരു കോലെടുത്തിട്ട് ആ ഒരു ഗുണ്ടയുടെ കയ്യിലോട്ട് എറിയുന്നുണ്ട്. അങ്ങനെ ഗുണ്ടയുടെ കയ്യിലോട്ട് കോല് വന്ന് വീണതും ആ ഗുണ്ട ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ മാർക്കോനെ കാണുന്നുണ്ട്. മാർക്കോയെ കണ്ടതിന് ശരിക്കും ആ ഗുണ്ടകൾ പേടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ആ ഒരു ദിവ്യായ അമ്മയാണെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ ദൈവങ്ങളുടെ മുന്നിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മോൾക്കും ആ മോനും ഒരാപത്തും വരാതെ അയ്യപ്പ ഭഗവാൻ തന്നെ അവരെ കാത്തോളണം. ആ മോൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ആ മോൻ വീൽ ചെയറിലായത്. ഈ പിറന്നാളിന് ആ മോന് എഴുന്നേറ്റ് നടക്കാനുള്ള എല്ലാ അനുഗ്രഹവും ഭഗവാൻ കൊടുക്കണം, അതൊരു കടമായിട്ട് നമ്മളുടെ അടുത്ത് കിടക്കാണ്. ആ മോൻ്റെ കാലിൻ്റെ ചലനശേഷി എടുത്തത് ഭഗവാനാണ്, അതുപോലെ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാന് തന്നെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് ഈ മഹാലക്ഷ്മിക്ക് ഒരു ആപത്ത് പറ്റിയെന്നുള്ള കാര്യവും ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ആ മോൾക്കൊരാപത്തും കൂടാതെ ആ മോൾ തിരിച്ച് ആ മോൻ്റെ അടുത്ത് എത്തണം ഭഗവാനെ, അതിന് ഭഗവാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും തോമസ് ഡോക്ടറെയാണ്. കണ്ണനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. അന്നേരം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണാ നീ പേടിക്കുകയൊന്നും വേണ്ട, മഹാലക്ഷ്മിക്ക് എന്തായാലും ഒരാപത്തും സംഭവിക്കില്ല, ഇപ്പം നല്ലൊരു കാര്യം നടന്നല്ലോ, അതിൻ്റെ സന്തോഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സങ്കടവും നടന്നെന്ന് കൂട്ടിയാൽ മതി, അധികം വൈകാതെ തന്നെ മഹാലക്ഷ്മി തിരിച്ചെത്തും, മഹാലക്ഷ്മിയെ കണ്ടെത്താനായിട്ട് മാർക്കോ എന്തായാലും പോയിട്ടുണ്ടല്ലോ, മാർക്കോയ്ക്ക് അത് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്, എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിനെയും അതുപോലെ മാർക്കോവിനെയും ദൈവങ്ങൾ അനുഗ്രഹിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്കൊരാപത്തും വരാതെ ദൈവങ്ങൾ തന്നെ കാത്തോളൂന്ന്. ഇതേസമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, ഇപ്പം അവളെ അവന്മാർ കത്തിച്ച് കാണൂലേടാന്ന് ചോദിക്കുമ്പം, പിന്നില്ലാതെ ഇനി അവൾ ജീവനോടെ ഉണ്ടാവില്ല, ഇനി അവളുടെ ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ചാരം നമുക്ക് കോരി എടുക്കണ്ടേടാന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്തിനാ അമ്മ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അവളും അവളുടെ ചാരമൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ, ഇനി അവളുടെ ശല്യം നമുക്കുണ്ടാവില്ല, ഇനിയെങ്കിലും എൻ്റെ കരുണമോളുടെ കണ്ണ് നിറയാതെ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോ ആ വടി വെച്ച് ആ ഗുണ്ടയുടെ കൈക്കിട്ട് എറിഞ്ഞതിന് ശേഷം ആ ഗുണ്ടകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അടുത്ത് വന്നതും ഗുണ്ടകൾ ഓടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ അവരെയൊക്കെ നല്ല അടി അടിച്ചിട്ട് കുറച്ച് ഗുണ്ടകൾ ഓടിപ്പോകുന്നുണ്ട്. അതിലൊരുത്തന്നെ മാർക്കോയ്ക്ക് പിടി കിട്ടുന്നുണ്ട്. എന്നിട്ട് മാർക്കോ അവനെ കുറേ തല്ലി കഴിയുമ്പം അവൻ പറയുന്നുണ്ട്, മാർക്കോ ഇനി എന്നെ തല്ലല്ലേ, ഞാൻ ചത്തു പോകുമെന്ന് പറയുമ്പോൾ, ഒരു പാവം പെൺകുട്ടിയെ കൊടുന്ന് റോട്ടിലിട്ട് കത്തിക്കാൻ നോക്കിയതിനൊന്നും കുഴപ്പമില്ല, ഇപ്പം ഞാൻ തല്ലണതാണോടെ നിനക്ക് പ്രശ്നം, എന്തായാലും അതൊക്കെ പോട്ടെ, നിന്നെ ഈ കൊട്ടേഷനെ ഏൽപ്പിച്ചത് ആരാന്ന് ചോദിക്കണം. ആ സമയത്ത് ആ ഗുണ്ട പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, പ്രതാപന, ഇവളുടെ രണ്ടാനച്ഛന്ന്. അത് കേട്ടതും മാർക്കോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ അനുഭവങ്ങൾ കിട്ടിയതൊട്ടും അയാൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനി അയാളെ വെറുതെ വിടണ പ്രശ്നമില്ല, എത്രയും പെട്ടെന്ന് ആ പ്രതാപനുള്ള തിരിച്ചടി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു ഗുണ്ട മാർക്കോയുടെ കൈയൊക്കെ പിടിപ്പിച്ച് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഓടിക്കോ, എന്തായാലും നാളെ നിന്നെ ഞാൻ പിടിക്കും, പിന്നെ നിൻ്റെ ജീവിതം കട്ടപ്പോകുകയാണ്. അങ്ങനെ ആ ഗുണ്ടകൾ ഓടിപ്പോയതിന് ശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ സന്തോഷത്തോടുകൂടി മാർക്കോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം മാർക്കോ എൻ്റെ ജീവൻ രക്ഷിക്കണത്, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ണേട്ടൻ്റെ അടുത്ത് എത്തണം. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടും പേടിച്ചു ഇരിക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ണൻ സാറിൻ്റെ അടുത്തേക്ക് എത്തണം, എന്തായാലും മഹാലക്ഷ്മി വണ്ടി കയറി നമുക്കിപ്പോൾ തന്നെ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് മഹിയെ വണ്ടി കയറ്റിക്കൊണ്ട് മാർക്കോ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ തോമസ്
തോമസ് ഡോക്ടറും കണ്ണനും ഇങ്ങനെ മഹാലക്ഷ്മീനെ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്കോയ്ക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം മാർക്കോ വേഗം തന്നെ വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മിയെ കിട്ടിയോ മാർക്കോ എന്ന് ചോദിക്കുമ്പം ഉവ്വ സാറേ മഹാലക്ഷ്മി ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് നമ്മളുടെ മാർക്കോയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അതിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ഫോൺ മേടിച്ചതും മഹാലക്ഷ്മി തോമസ് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് കണ്ണേട്ടൻ എന്ത് ചെയ്യും ഡോക്ടറെ, കണ്ണേട്ടന് എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ കണ്ണൻ മഹിയെ കാണാണ്ട് ഇവിടെ വിഷമിച്ചിരിക്കുക, എന്തായാലും ഞാൻ കണ്ണന് ഫോൺ കൊടുക്കാമെന്നും പറഞ്ഞ് തോമസ് ഡോക്ടർ കണ്ണനക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ഫോൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നടന്ന കാര്യമൊന്നും പറയണ്ടെന്ന് കണ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ തന്നെ വരും കണ്ണേട്ടാന്നും പറഞ്ഞ് മഹാലക്ഷ്മി കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ തോമസ് ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, റൂമിലോട്ട് പോയിക്കോ, മഹി വരുമ്പം ആദ്യം തന്നെ കണ്ണൻ നടന്നു എന്നുള്ള കാര്യം മഹാലക്ഷ്മി അറിയണ്ട, പിന്നീട് അറിഞ്ഞാൽ മതി. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം മഹാലക്ഷ്മിക്ക് നല്ലൊരു സന്തോഷം തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും മഹാലക്ഷ്മിയും കൂടി തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ വന്നിറങ്ങാണ്. മഹാലക്ഷ്മി വന്നതും ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കണ്ണേട്ടനെ എവിടെ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ ഇവിടെ ഉണ്ട്, കണ്ണേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ല. മഹാലക്ഷ്മിയെ കാണാഞ്ഞിട്ട് കണ്ണനൊന്ന് പേടിച്ചു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആളിവിടെ ഉണ്ട്. മഹാലക്ഷ്മി അങ്ങോട്ട് ചെല്ല്, ഞാൻ മഹാലക്ഷ്മിക്കൊരു വാക്ക് തന്നിരുന്നില്ലേ, കണ്ണൻ്റെ ഈ പിറന്നാൾ ദിവസം കണ്ണനെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന്, അതെന്തായാലും സംഭവിച്ചിട്ടുണ്ട്, മോൾ അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നു. അങ്ങനെ മഹാലക്ഷ്മി സന്തോഷം കൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ മഹാലക്ഷ്മിയുടെ നേരെ ഇങ്ങനെ നടന്നു വരുന്നതാണ് മഹാലക്ഷ്മി കാണുന്നത്. അത് കണ്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും മഹാലക്ഷ്മി കണ്ണൻ്റെ നേരെയും തോമസ് ഡോക്ടറുടെ നേരെയും നോക്കിയിട്ട് സന്തോഷം കൊണ്ട് ഓടി ചെന്ന് കണ്ണനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലോ, എനിക്ക് സമാധാനമായി, സന്തോഷമായി, എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു ആഗ്രഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കണ്ണനെ കെട്ടിപ്പിടിച്ചിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് മാർക്കോയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കണ്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, മഹിയെ തട്ടിക്കൊണ്ട് പോയത് ആരാന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, മഹാലക്ഷ്മിയുടെ ആ രണ്ടാനച്ഛൻ പറഞ്ഞു വിട്ട ഗുണ്ടകൾ തന്നെയാണ്. അവർ മഹിയെ കൊന്നു കളയാനാണ് തീരുമാനിച്ചിരുന്നത്. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ അവർ മഹിയെ എന്തെങ്കിലും ചെയ്തേനെ, പക്ഷേ ഞാൻ പെട്ടെന്ന് ചെന്നതുകൊണ്ട് മഹിക്കൊരാപത്തും പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ആ പ്രതാപനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കണ്ണൻ സാറേ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ നിൽക്കാല്ലേ, പോയി വരട്ടെ, അതിനുശേഷം എല്ലാവരുടെയും കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതിപ്പോൾ പല പ്രാവശ്യമായി ഇയാളെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കുന്നു, ഇനി അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇതിനുള്ള തിരിച്ചടി അവർക്ക് കൊടുക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ ആ ഒരു അമ്പലത്തിലോട്ട് ചെല്ലാണ്. ആ സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും കാണാറുള്ള ആ ഒരു അമ്മ മാർക്കോയെ കണ്ടതും മാർക്കോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മാർക്കോ അമ്മേനെ കണ്ടതും അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ, എന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പം വിശേഷങ്ങളൊക്കെ ഇപ്പം മോനക്കല്ലേ, എന്തായാലും മോൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കല്ലേ, കണ്ണനും അതിൻ്റെ ഒപ്പം പോകുന്നുണ്ടല്ലോ, മോൻ എന്തായാലും കണ്ണൻ്റെ ഒപ്പം തന്നെ വേണം, ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും മോൻ്റെ സഹായം ആ മോനക്ക് ആവശ്യം വരും, അതുകൊണ്ട് മോൻ ഒരു നിമിഷം പോലും ആ മോൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കരുതെന്ന്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ ആരെങ്കിലും നോക്കുമോ അമ്മയെന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ദുഷ്ടശക്തികളാ ചുറ്റിനും ഉള്ളത്, അവർക്ക് എത്ര കിട്ടിയാലും അവർ പഠിക്കുകയോ ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം, ആ മോൻ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ മോനും ഉണ്ടാവണം. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പം കണ്ണൻ സാറിൻ്റെയോ മഹാലക്ഷ്മിയുടെയോ ജീവനോ ഒരാപത്തും വരില്ല, അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന ഉറപ്പാണെന്ന്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, അതെനിക്കറിയാം മോൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവുമെന്ന്, എന്തായാലും അവരെ ഇതുപോലെ ദ്രോഹിക്കാൻ നടക്കുന്നവരെ ഇനി വെറുതെ വിടരുത് മോനെ, അവർക്ക് തക്കതായ തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടമ്മേ, എന്തായാലും കണ്ണൻ സാറും ഞാനും ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരട്ടെ, അതിനുശേഷമാണ് അവർക്കുള്ള തിരിച്ചടി കൊടുക്കാൻ പോണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനും പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പം കരുണ ഫോൺ വിളിക്കുന്നുണ്ട്, എന്തായി അച്ഛാ അവളെ അവർ കൊന്നു എന്ന് ചോദിക്കുമ്പം ഇപ്പം മിക്കവാറും അവളെ കൊന്നു കാണും മോള് സമാധാനമായിട്ടിരിക്കുക, എന്തായാലും ഞാൻ അവരെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രതാപനാണ് ഈ ഫോൺ എടുത്ത് ആ ഒരു ഗുണ്ടകളെ വിളിക്കുന്നുണ്ട്. ഗുണ്ടകളെ വിളിക്കുന്ന സമയത്ത് ഗുണ്ടകളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇതെന്താ ഇവന്മാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കാണല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പോലീസ് എങ്ങാനും അവരെ അന്വേഷിച്ച് പിടിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കും അവർ
സ്വിച്ച് ഓഫ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഈ സമയത്ത് അവരെ വിളിക്കണ്ട, അതൊക്കെ പോലീസിനൊരു തെളിവായിട്ട് വരും. എന്തായാലും നാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം, ഇപ്പം നീ കിടന്ന് ഉറങ്ങാൻ നോക്കാമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സന്തോഷമായി അമ്മേ, അവളിനി ഈ ലോകത്തില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് ഇനി എനിക്ക് കാണേണ്ട വരില്ലല്ലോ. അതുമാത്രമല്ല ഇനി ഇതിൻ്റെ പുറകെ തന്നെ ആ മോഹിനിനെയും നമുക്ക് പറഞ്ഞു വിടണം അമ്മയെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ മോനെ, അവളെയും മോക്കടെ ഒപ്പം തന്നെ പറഞ്ഞു വിടണം. അത് കഴിഞ്ഞിട്ട് വേണം ആ കണ്ണനെ ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കമലേശ്വരത്തെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി നമ്മുടെ മോളും ആ ഉണ്ണിയായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ മോൾക്ക് ഇനി സങ്കടമൊന്നും ഉണ്ടാവില്ല, നല്ല സന്തോഷമായിട്ട് തന്നെ നമ്മളുടെ കുഞ്ഞ് ജീവിച്ചോളൂ എന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.